എന്തായാലും സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. ഇനി പാലക്കാടിൻ്റെ മുഖമായി മാറും അല്ലേ? മാറണം. അതിനുവേണ്ടി തന്നെയാണല്ലോ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടത്. അപ്പോൾ ഉറപ്പായിട്ടും പാലക്കാടിൻ്റെ മുഖമായി പാലക്കാടിന് വേണ്ടി അവിടുത്തെ ജനങ്ങളോടൊപ്പം വളരെ ശക്തിയുക്തം ഉണ്ടാവും. സിനിമ പൂർണ്ണമായിട്ടും നിർത്തി, അഭിനയം പൂർണ്ണമായിട്ടും നിർത്തി. പറഞ്ഞിരുന്നു മുമ്പ്, പക്ഷെ അങ്ങനെ തന്നെയാണോ തീരുമാനം? അതങ്ങനെ തന്നെയാണ് ഞാൻ തീരുമാനിക്കേണ്ടത്. ഞാനിത് രണ്ടും കൂടെ കൊണ്ടുപോകാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ തൊഴിലിനൊരു വലിയ പ്രത്യേകത, എനിക്കൊരു ഓഫീസിലിരുന്ന് ചെയ്യാവുന്ന ജോലിയല്ല, എൻ്റെ ഫിസിക്കൽ പ്രസൻസ് അതിന് ആവശ്യമാണ്. മണ്ഡലത്തിലും അതുതന്നെയാണ് പലപ്പോഴും വേണ്ടത്. അപ്പം അതിനുവേണ്ടി സമയം മാറ്റിവെക്കാതെ പരമാവധി മണ്ഡലം തന്നെ ചെയ്യാക. സിനിമയുടെ ഇതര മേഖലകളിൽ എനിക്ക് എൻ്റെ ജോലിയോടൊപ്പം കൊണ്ടുപോകുന്ന രീതികളൊക്കെ ചെയ്യാമല്ലോ. പക്ഷെ അഭിനയം എന്തായാലും ഇല്ല. പാലക്കാട് തന്നെയായിരിക്കും ഫുൾ ടൈം? പാലക്കാട് തന്നെയാണ്, പൂർണ്ണമായും പാലക്കാട് ഉണ്ടാവും. താമസമൊക്കെ അവിടെ? അവിടെ വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ഓഫീസ് ഇപ്പോൾ ചെന്നാൽ ഉടനെ തുടങ്ങും. എന്നിട്ട് ഓഫീസ് എവിടെയാണ്? പാലക്കാട് ഓഫീസ് രണ്ടും തന്നെ കണ്ടുവച്ചിട്ടുണ്ട്. അതിലൊന്ന് കൺഫേം ആക്കാനുണ്ട്. ചെന്ന ഉടനെ തന്നെ അതിൻ്റെ കാര്യങ്ങളിലേക്ക് അടക്കും. അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു വിജയസാധ്യത കണക്ക് കൂട്ടിയിരുന്നോ? കാരണം അവിടെ BJPക്ക് വലിയ സ്വാധീനമുള്ളൊരു സ്ഥലമാണ്. ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു സ്ഥാനാർത്ഥിയൊക്കെ എത്തിയതാണ്. നമുക്ക് ഈ ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് എല്ലാ പ്രഡിക്ഷനും തെറ്റിച്ചിട്ടുള്ളൊരു ഇലക്ഷനായിരുന്നു. ഇതിൻ്റെ റിസൾട്ടുകൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ, നമ്മുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ സൈസേരനൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് സംഭവിച്ചെങ്കിലും ജനങ്ങൾ വിചാരിച്ചിരുന്ന പല കോട്ടകളുമൊക്കെ തകർന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഒന്നിനെയും അങ്ങനെ ചെറുതായി കണ്ടിരുന്നില്ല. അതൊരു ഇലക്ഷനാണെന്നും അതിന് വളരെ കൃത്യമായി നമ്മുടെ ഹാർഡ് വർക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ 4 മണി മുതൽ ഏതാണ്ട് രാത്രി 2 മണി വരെ ഈ കഴിഞ്ഞ 23 ദിവസവും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ പരമാവധി കാണാവുന്നത്രയും ജനങ്ങളെ കണ്ടിട്ടുണ്ട്, അവരെ കേട്ടിട്ടുണ്ട്, അവരോട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ അതിനുവേണ്ടി നല്ലോണം പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ചെന്നിറങ്ങുന്ന സമയത്ത് എന്തൊക്കെ വന്നാലും എന്നോട് ആളുകൾക്ക്, ഞാൻ ഈ വേറൊരു മേഖലയിൽ നിന്ന് വന്ന ആളെന്നുള്ള നിലയിലുള്ളൊരു ദൂരം, അവർക്ക് എന്നോട് സ്നേഹമുണ്ട്, പരിചയമുണ്ട്, എൻ്റെ മുഖമൊക്കെ അറിയാമെങ്കിലും ഒരു ദൂരമുണ്ടായിരുന്നു. അത് കുറയ്ക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ചെന്നിറങ്ങി ഉടനെ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അതെല്ലാം ചെയ്തു. അവരെല്ലാവരും വളരെ സ്നേഹപൂർവ്വം പ്രവർത്തിച്ചു. ഒരു ഇവൻ്റ് കമ്പനിയോ ഏതെങ്കിലും ഒരു ഇവൻ്റ് മാനേജ് കമ്പനി നമുക്ക് വേണ്ടി ഫ്ലെക്സ് വയ്ക്കാനോ ബോർഡ് വയ്ക്കാനോ പോസ്റ്റർ ഒട്ടിക്കാനോ ഒന്നും ഉണ്ടായിരുന്ന, എല്ലാം പ്രവർത്തിച്ചത് പാലക്കാടുള്ള സാധാരണക്കാരായ പ്രവർത്തകരാണ്. അവർ വളരെ ശക്തിയുക്തം കൂടെ ഉണ്ടായിരുന്നതും കൂടെ കൊണ്ടാണ് ഇങ്ങനൊരു വിജയം ഉണ്ടായത്. ഷാഫി പറമ്പിൽ ജയിച്ച സ്ഥലമാണ് അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം അവിടെ വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചതാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം ഉണ്ടാക്കിയ ഒരു ഡാമേജ് ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ഒരു പ്രചാരണ സമയത്ത് അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്തിരുന്നു? ഇല്ല, ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ മമ്മൂട്ടി വരുമോ മണ്ഡലത്തിൽ? അതും ഒന്നും തീരുമാനമായിട്ടുള്ള കാര്യം. അത് അദ്ദേഹത്തിൻ്റെ അനുവാദം ഉണ്ടെങ്കിൽ അദ്ദേഹം സമ്മതിച്ചാൽ മാത്രം നടക്കുന്ന കാര്യമാണല്ലോ. അതൊക്കെ ഈ ഞാൻ പലതവണ പറഞ്ഞതുപോലെ ഈ ആളുകൾക്കൊരു കാരണം ആദ്യം ഒന്നും കിട്ടിയില്ല എന്ത് പറഞ്ഞടിക്കണമെന്ന്. അപ്പം എന്നോട് പ്രചരണത്തിന് സിനിമാ താരങ്ങൾ വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പ്രചരണത്തിന് ഒരു സിനിമാക്കാരെയും വിളിക്കുന്നില്ല. അപ്പോൾ പ്രചരണശേഷം വരുമോ നമുക്ക് ശ്രമിക്കാമെന്ന് പറഞ്ഞതെടുത്ത് അവരൊരു ആയുധമാക്കി ഉപയോഗിച്ചെന്നുള്ളൂ. ഇനി അത് ആയുധമാക്കി ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല, സാധിക്കുമെങ്കിൽ ചെയ്യാം, എന്താ കുഴപ്പം. പാലക്കാട്ടുകാർ പൊതുവെ സിനിമയെയും സിനിമാക്കാരെയും എല്ലാം നെഞ്ചേറ്റുന്ന ഒരു വിഭാഗം കൂടിയാണ്. അവിടുത്തെ ആളുകൾ അങ്ങനെയാണ്. സിനിമക്കാരോട് എപ്പോഴും വലിയ സ്നേഹം കാണിക്കുന്ന ആളുകളാണ്. കാണുന്ന കാര്യത്തിലാണ് അത്. സിനിമ കാണുകയും സിനിമ കാണുകേണ്ട സമയത്തുമാണല്ലോ അത് ചെയ്യുക. സിനിമക്കാരനാണ് എന്ന കാരണം കൊണ്ട് മറ്റൊരിടത്തൊരു പരിഗണന കിട്ടില്ലല്ലോ. അപ്പോൾ സിനിമാക്കാരനാണെന്ന് പറഞ്ഞ് പാലക്കാടുള്ള എന്തെങ്കിലും നമുക്ക് ഫ്രീ കിട്ടും, അങ്ങനെയല്ല. നമ്മൾ ചെയ്യേണ്ട ജോലികൾ കൃത്യമായി ചെയ്യണം, നമ്മുടെ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സിനിമാക്കാരോട് അവർക്ക് സ്നേഹമുണ്ട് എന്നത് 100% ശരിയാണ്. ഞാൻ എൻ്റെ നോമിനേഷൻ കൊടുത്ത് ഇറങ്ങി ആദ്യം പറഞ്ഞ കാര്യം, ഒരു ചലച്ചിത്ര പ്രവർത്തകനായി എനിക്ക് വിജയിക്കേണ്ട, ഒരു UDF പ്രവർത്തകനായി വിജയിച്ചാൽ മതി എന്ന് മൈക്കിലൂടെ പറഞ്ഞ ഒരാളാണ് ഞാൻ. അത് തന്നെയാണ് സംഭവിച്ചത്. പാലക്കാട്ടെ ജനങ്ങളോട് എന്താ പറയാനുള്ളത്? ഇപ്പോൾ ഞാൻ പാലക്കാട് ജനങ്ങളോട് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നമുക്ക് ഒന്നിച്ച് വേണ്ടി പാലക്കാടിന് വേണ്ടി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇറങ്ങുകയാണ്. നമുക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് വരാം. നമ്മൾ ഒന്നിച്ച് മുന്നിലേക്ക് നീങ്ങാം. നിങ്ങൾക്ക് വേണ്ടി ഞാനോ എനിക്ക് വേണ്ടി നിങ്ങളോ എന്നുള്ളതല്ല, നമുക്ക് ഒന്നിച്ച് പാലക്കാടിന് വേണ്ടി വർക്ക് ചെയ്യാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.